إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയുള്ളവരായി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്നും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചകന്റെ അനുചരന്മാരുടെ പ്രവാചകനോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക വഫാത്തിന് മുമ്പുള്ള റമളാനിൽ തന്നെ റസൂലുള്ളാഹിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടിരുന്നതായി നമുക്ക് കാണാം. എല്ലാ വർഷങ്ങളിലും ഒരു തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ അടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കുന്നത് എങ്കിൽ റസൂലിന്റെ വിടവാങ്ങലുമായി, റസൂലിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് അതിനോട് അടുക്കുന്ന സന്ദർഭത്തിലെ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ സന്നിധിയിൽ വരികയും പ്രവാചകനോട് രണ്ടാവർത്തി
ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായി കാണാം. ഇതുമായി ബന്ധപ്പെട്ട റസൂൽ പറയുന്നത് ഇതെന്റെ അവധിയുടെ സമയമാണ്, എൻ്റെ അജൽ എത്തിക്കഴിഞ്ഞു, എൻ്റെ അവധി എത്തിക്കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിരുന്നു. പ്രവാചകന്റെ വഫാത്ത് എന്നത്, പ്രവാചകന്റെ വിടവാങ്ങൽ എന്നത് സ്വഹാബത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു മുറിവാണ്, വിടവ്. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആളുകളുടെ ആഘോഷമൊക്കെ കാണുമ്പോൾ പ്രവാചകനോട് എത്രമാത്രം വിശ്വാസികളായ ആളുകൾ കടപ്പെട്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും നമുക്ക് സംശയിക്കേണ്ടി വരും. റബീഉൽ അവ്വൽ 12 എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഓർക്കുകയും പ്രവാചകന്റെ വഫാത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഈ ദിവസങ്ങളിൽ റസൂലുള്ളാഹി, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മൂലിദ് പാരായണവും മറ്റുമൊക്കെയായി ആളുകൾ കഴിച്ചു കൂടുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ അതിനോടടുത്തുള്ള ദിവസങ്ങളിലെ പ്രവാചകന്റെ വേദനകളെ സംബന്ധിച്ച് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കുന്നത്, സഫർ മാസം 28, 29 തീയതികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഇലെ ഖബർസ്ഥാനിൽ ചെന്ന് അവിടെ ഒരു മറമാടൽ കഴിഞ്ഞ് റസൂലുള്ളാഹി വീട്ടിലേക്ക് മടങ്ങുന്നു. ശരീരമാകെ തിളക്കുന്ന രൂപത്തിലുള്ള വല്ലാത്തൊരു ചൂട് പ്രവാചകന്റെ ശരീരത്തെ ബാധിക്കുകയും അങ്ങനെ ശരീര ഊഷ്മാവ് വർദ്ധിച്ച് പ്രവാചകന്റെ തലപ്പാവ് അതിനുള്ളിൽ വരെ ചൂട് കഠിനമാകുന്ന അവസ്ഥയിൽ തലയോട്ടി ഇങ്ങനെ തിളക്കുന്ന രൂപത്തിലുള്ള ശക്തമായ ഒരു പനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാധിക്കുകയും ചെയ്തു. പ്രവാചകന്റെ ശരീര ഊഷ്മാവ് വർദ്ധിച്ചെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ശക്തമായ പനിയായിരുന്നിട്ട് കൂടി 11 വഖത്ത് നമസ്കാരങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസങ്ങൾക്ക് ശേഷം നേതൃത്വം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. 13-14 ദിവസത്തിലെ ദൈർഘ്യമുള്ള പനിയാണ് പ്രവാചകനെ ബാധിച്ചത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. രോഗമങ്ങനെ ശക്തി വർദ്ധിച്ചപ്പോൾ ഭാര്യമാരുടെ അനുമതിയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും എല്ലാ ഭാര്യമാരും അത് അംഗീകരിക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്, അവിടെ ഒരു ശൂറയൊക്കെ നടന്നത് എന്നത് പരസ്പരം കൂടിയാലോചനയിലൂടെ പ്രവാചകൻ കുടുംബബന്ധത്തിനോടുള്ള ഹുക്കും അതെല്ലാം കാണിച്ചു മാതൃകയായ ചരിത്രമൊക്കെ നമ്മൾ വായിക്കും. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം ചരിത്രത്തിലെ ധന്യമായ ഒരു മുഹൂർത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം ആരാധനയോട് ഹുക്കുള്ള റസൂലുള്ളാഹി പ്രവാചകൻ പറഞ്ഞല്ലോ, അസ്സലാത്തു ഖുർറത്തു ഐനി, നമസ്കാരം എനിക്ക് എൻ്റെ കണ്ണിന് കുളിർമയാണ്. ഒരു വേള തന്റെ കുടുംബത്തെക്കാൾ ഏറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ നിലയിൽ കൊണ്ടു നടന്നിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനത് പരിഗണിച്ച് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ആ മസ്ജിദിലേക്ക് പോകുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചകൻ അവരുടെ ചുമലിൽ ഇങ്ങനെ കൈകൾ വെച്ച് തന്റെ കാൽപാദത്തിലെ വിരലുകൾ മണ്ണിൽ ഇങ്ങനെ വലിച്ചിഴച്ച് രണ്ടുപേരുടെ ചുമലുകളിലായി പ്രവാചകൻ തന്റെ നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി മസ്ജിദിലേക്ക് നടന്നെടുക്കുന്ന രംഗം ചരിത്രത്തിലെ ധന്യമായ മുഹൂർത്തമാണ്. അതോടൊപ്പം ഏറെ വേദനിപ്പിക്കുന്ന രംഗവുമാണ്. പലപ്പോഴും മുഅ്മിനീങ്ങളായ ആളുകൾ പല രൂപത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു.
പള്ളികളിലേക്ക് എത്താനുള്ള പല ഉദറുകളും പല കാരണങ്ങളും പറയുന്നിടത്ത് പ്രവാചകന്റെ ഈ ശക്തമായ വേദനയിലും പ്രവാചകൻ അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച രംഗം നമ്മളേറെ ഗൗരവത്തിൽ കാണേണ്ടത് കൂടി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വേദന കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഅവ്വിദതൈനിയും അതുപോലെ തന്നെ വിറുദുകളുമൊക്കെ സുരക്ഷയുടെ പ്രാർത്ഥനകളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതി കൊടുക്കുകയും റസൂലുള്ളാഹിയുടെ കരങ്ങളിലേക്ക് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഖുർആനിന്റെ ആയത്തുകൾ ഊതി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവാചകൻ തന്റെ ശരീരത്തിലേക്ക് വേദന ശമിക്കാനായി ഖുർആനിന്റെ വചനങ്ങൾ ഓതി തടകിയെന്ന് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലുള്ള പരിഗണന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കണ്ട് ഗൗരവത്തിൽ കൊടുത്തിരുന്നു. സുരക്ഷിതത്വത്തിന്റെ വചനങ്ങൾ റസൂലുള്ളാഹിയിൽ അത് ഏറെ അല്ലാഹുവിനോടുള്ള അടുപ്പത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. വഫാത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരം പനിച്ച് വിറക്കുന്ന വേദനകൾ കഠിനമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു ബോധരഹിതാവസ്ഥ, ബോധം പോകുന്ന അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി ആ പനി കൊണ്ടെത്തിച്ചുകൊണ്ട് ശക്തമായ പനി ബാധിച്ച് കഠിനമായ വേദന അനുഭവിക്കുന്നതോടൊപ്പം ബോധരഹിതനായി വീഴുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറഞ്ഞു, 7 വ്യത്യസ്തങ്ങളായ കിണറുകളിൽ ചെന്ന് എനിക്ക് 7 തുകൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് എന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു തരണം. വല്ലാത്തൊരു വേദനയാണ്, എന്റെ ശരീരത്തിന് പ്രയാസങ്ങളുണ്ട്, എനിക്ക് എന്റെ സ്വഹാബത്തിനോട് എന്റെ ജനങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ഈ 7 തുകൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് ആവശ്യപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് സ്വഹാബത്ത് 7 തുകൽ പാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളം പ്രവാചകൻ മതി എന്ന് പറയുന്ന അളവോളം അതിങ്ങനെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹ് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം തന്റെ ബോധം നല്ല ഒരു നിലയിലേക്ക് എത്തുന്ന അവസ്ഥയിലെത്തിയ സമയത്ത് സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടുകയാണ്. അവസാനത്തെ പ്രവാചകന്റെ സദസ്സ്. ആ സമയത്ത് റസൂലുള്ളാഹ് ദീനിനോടുള്ള ഹുബ്ബിന്റെ, പ്രവാചകന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി സ്വഹാബത്തിനോട് വളരെ ഗൗരവത്തിലോടെത്തിയ ചില കാര്യങ്ങൾ കൂടെ അവിടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഉണർത്തുകയാണ്. ലാ തജ്അൽ ഖബരി വസന യുഅബദ്, നിങ്ങൾ എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. അതേ പ്രവാചകനെ ആരാധിക്കാൻ റസൂലുള്ളാഹി ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ട് അവസാനത്തെ റൂഹ് പിരിയുന്ന സമയം വരെ പ്രവാചകന്റെ വചനങ്ങളിൽ വളരെ ഗൗരവത്തിൽ നിഴലിച്ചു നിന്ന വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കരുതേ എന്ന ദിവ്യമായ സന്ദേശം റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിച്ചു. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മുറുകെ പിടിക്കണം, തൗഹീദിന്റെ പാശത്തെ നിങ്ങൾ വിട്ടുകളയരുത്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന അചഞ്ചലമായ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വചനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രംഗം ചരിത്രത്തിലേക്ക് പെടുത്തപ്പെടുകയാണ്. എന്റെ ശരീരം ഇതാ, ഞാൻ എന്റെ മുതുക് നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരികയാണ്. ഞാൻ ആരെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇതാ എന്റെ മുതുക്, എന്നെ നിങ്ങൾക്ക് പ്രയാസപ്പെടുത്താം. ഇതാ എന്റെ അഭിമാനം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ എന്റെ അഭിമാനത്തിന് നിങ്ങൾക്ക് ക്ഷതം വരുത്താം. പ്രതികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികാര നടപടികൾ എടുക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി അരുൾ ചെയ്യുന്നു. അത്ര കണ്ട് പ്രവാചകൻ തന്റെ വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് ദീനിനെ കുറിച്ച് കൃത്യമായി സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ഖലീലായ പ്രിയ തോഴനാണ്. പള്ളിയിൽ അബൂബക്കറിന്റെ വാതിലല്ലാത്ത മറ്റെല്ലാ വാതിലുകളും ഇനി അടയ്ക്കപ്പെടുകയാണ്.
എനിക്ക് ഏറ്റവും വലിയ സുഹബത്തുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ കാണാനേറെ ആഗ്രഹിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രം ഇനി എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ പള്ളിയിൽ കൂടെയുള്ള എൻ്റെ വീട്ടിലേക്കുള്ള വാതിലിലേക്ക് കടന്നാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ഒരുപാട് ആളുകൾ വന്ന് കയറി പ്രയാസപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെട്ട് കിട്ടുകയാണ്. 4-ാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിന് നേതൃത്വം നൽകി. വ്യാഴാഴ്ച ദിവസം വരെ ജമാഅത്തിന് നേതൃത്വം നൽകിയിട്ട് മഗ്‌രിബിൽ വൽ മുർസലാത്തി ഉറുഫ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്ത് ഇശാഇന് പള്ളിയിലെത്താൻ കഴിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുകയാണ്. നബി ചോദിച്ചു സ്വഹാബത്തിനോട്, അടുത്തുള്ള തന്റെ സഹചാരികളോട് ചോദിച്ചു, നമസ്കരിച്ചോ എല്ലാവരും? ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? എന്റെ ഉമ്മത്തിലെ ആളുകൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് പ്രവാചകൻ ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, കൂടെയുള്ളവർ പറഞ്ഞു, ഇല്ല, നമസ്കരിച്ചിട്ടില്ല. പ്രവാചകനെ കാത്തു നിൽക്കുന്ന പോലെ സ്വഹാബത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെടുന്നു. വീണ്ടും പ്രവാചകന്റെ ബോധം തെളിയുന്നു. അങ്ങനെ വെള്ളം ആവശ്യപ്പെട്ടു റസൂലുള്ള. വെള്ളം കൊണ്ട് കുളിച്ചെങ്കിലും നബിയുടെ കാലുകൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹിക്ക് പള്ളിയിൽ പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടു. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മയിലേക്ക് വരുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു, നിസ്കരിച്ചോ? അവരെ വളരെ ഗൗരവത്തിലാണ് പറയുന്നത്, നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല എന്ന് സ്വഹാബത്ത് വീണ്ടും പറഞ്ഞു. വീണ്ടും ബോധക്ഷയം അനുഭവപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. വീണ്ടും റസൂലുള്ളാഹിക്ക് ഓർമ്മ തെളിയുന്നു. നമസ്കരിച്ചോ എന്ന് വീണ്ടും ചോദിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരം ഏൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ നേതൃത്വം കൊടുക്കണമെന്ന് അബൂബക്കറോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ 17 വഖത്ത് നമസ്കാരങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അന്നേ ദിവസത്തെ ഇശാ മുതൽ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്തുള്ള രാവിലത്തെ സുബ്ഹി വരെയുള്ള സമയങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് സ്വഹാബത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ശക്തമായി കരയുന്ന ആളാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സ്വഹാബി അത് ഏങ്ങലടിച്ച് ഇങ്ങനെ കരയുമായിരുന്നു. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ഉപ്പ, എന്റെ വാപ്പ, അദ്ദേഹം കരയും നമസ്കാരത്തില്. പ്രവാചകനെ അങ്ങ് അദ്ദേഹത്തിന് ഏൽപ്പിക്കരുത് എന്ന രൂപത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബത്ത് പ്രവാചകനോട് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അപ്പോഴും നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമയെ വഴിപിഴപ്പിച്ച, പ്രയാസപ്പെടുത്തിയ സ്ത്രീ വിഭാഗമാണ്, നിങ്ങൾ പറയുന്നതല്ല കാര്യമെന്ന് റസൂലുള്ളാഹി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ബോധ്യപ്പെടുത്തുന്ന രംഗവും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ 17 വഖത്തുകൾക്ക് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ സൗഭാഗ്യം ലഭിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വീണ്ടും പ്രവാചകൻ സ്വഹാബത്തിനോട് 3-ാം ദിവസം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ലാ തമൂതുന്ന അഹദുകും ഇല്ലാ വഹും യുഹ്സിനുന്ന ബില്ലാഹി അസ്സ വജല്ല. നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടു പോകാൻ പാടില്ല. യുഹ്സിനുന്ന ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരത്തോടെ അല്ലാതെ നിങ്ങൾ മുഅ്മിനീങ്ങളെ മരണപ്പെട്ടു പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകുന്നതായി കാണാൻ കഴിയും. ഇനി ശനിയാഴ്ചയോ അതല്ലെങ്കിൽ ഞായറാഴ്ചയോ എന്ന രൂപത്തിൽ ആയപ്പോഴേക്ക് നബിക്ക് അല്പം ആശ്വാസം തോന്നി, വല്ലാത്തൊരു ആശ്വാസം. ശരീരത്തിന്റെ പനി ഇങ്ങനെ കുറയുന്നത് പോലെ പ്രവാചകൻ അനുഭവപ്പെട്ടു. 2 പേരുടെ ചുമലിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെച്ച് നബി മസ്ജിദിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കാൻ നിൽക്കുകയാണ്. നബിയെ കണ്ടതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടതുവശത്തായി നിന്നുകൊണ്ട് ഉറക്കെ തക്ബീറുകൾ ചൊല്ലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അരികിൽ നിന്ന്, പ്രവാചകന്റെ അരികിൽ നിന്ന് നമസ്കരിക്കുന്ന രംഗം ആ സ്വഹാബത്തിന്റെ ചരിത്രകാരന്മാരുടെ രേഖകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ നമസ്കാരത്തിലേക്ക് എപ്പോഴാണോ ശരീരത്തിന് കൃത്യമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി ആഗ്രഹം കാണിച്ചതായൊക്കെ കാണാൻ കഴിയും. എന്നെ അദ്ദേഹത്തിന്റെ അടുത്തിരുത്തണമെന്ന് നബി ആവശ്യപ്പെട്ടു. അങ്ങനെ നബി
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തിരുന്ന് ഇടതുവശത്ത് ഇങ്ങനെ ചേർന്നിരുന്ന് അങ്ങനെ നമസ്കരിക്കുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുക. അപ്പൊ നേതൃത്വത്തിന്റെ മാതൃകയാണത്. റസൂലുള്ളാഹി അവിടെ മനോഹരമായി അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഒരു നേതൃത്വം ഉണ്ടാകേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ഗൗരവത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടെ പ്രവാചകന്റെ വഫാത്തിന്റെ നേരത്തും വിശ്വാസികളായ നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു കാണാൻ കഴിയും. വീണ്ടും ഒരു ദിവസം മുന്നേ റബീഉൽ അവ്വൽ 11 അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള അടിമകളെ മോചിപ്പിച്ചു. തന്റെ കയ്യിലുള്ള വളരെ തുച്ഛമായ ദീനാറുകൾ, ദിർഹമുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്യുന്ന രംഗം. അന്ന് രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വിളക്കിന് എണ്ണയില്ലാത്ത അവസ്ഥയിൽ, തന്റെ വീട്ടില് എണ്ണയില്ലാതെ വരുന്ന വിളക്കിൽ കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടും. പലപ്പോഴും പല ആളുകളും പാടുന്ന വരികളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറഞ്ഞിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തുന്ന വരികളിലൊക്കെ പലപ്പോഴും ആ പ്രവാചകന്റെ വീട്ടിൽ പോലും ഭയങ്കര ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമായിരുന്നു എന്ന്. തന്റെ പടയങ്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ നേരത്ത് അദ്ദേഹം തന്റെ പടയങ്കിയെ 30 സ്വാഗ് ബാർലിക്ക് വേണ്ടിയിട്ട് പണയം വെച്ചിരിക്കുന്ന ചരിത്രമൊക്കെ വായിക്കുന്നു, ഹദീസുകളിൽ രേഖപ്പെട്ടു കിടക്കുകയും. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഓർക്കുകയും അവന്റെ ഹൃദയത്തിൽ ഏറെ വിഷമം ഉണ്ടാവുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഹൃദയത്തിലെ ആ ധന്യതയും വിശാലതയും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്നു. അത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും റസൂലുള്ളാഹി വളരെ വിശാല ഹൃദയനായി തന്റെ സമ്പത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള വിഹിതമെല്ലാം ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ട് മാതൃകയാകുന്ന ചരിത്രമാണ് അവിടെ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇനി അവസാനത്തെ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാത നമസ്കാര സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയ കൂട്ടുകാരൻ നമസ്കരിക്കുന്നതിന്റെ രംഗം പ്രവാചകൻ ഇങ്ങനെ വിരിനീക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലെ വിരിനീക്കി പ്രവാചകൻ നമസ്കരിക്കുന്ന രംഗം പള്ളിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരെ നമസ്കരിക്കുന്ന രംഗം കണ്ട് പ്രവാചകൻ പുഞ്ചിരി തൂകി. സന്തോഷത്തോടുകൂടി മരണപ്പെടാനുള്ള എല്ലാ വിധത്തിലുള്ള തന്റെ എല്ലാ നിലയ്ക്കും ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതുപോലെ എത്തിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് വിരിനീക്കി നോക്കി നിന്ന് നമസ്കരിക്കുന്നവരെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന രംഗം ഇത്ര മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സന്ദർഭം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോട് അടുക്കുന്ന നേരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് കരുതി അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറാൻ ശ്രമിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതു എന്ന് പറഞ്ഞ് കൈകൾ കാണിച്ച് നമസ്കാരം തുടരാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പിന്നീട് ഒരിക്കലും ആ ലോകത്തിന്റെ പ്രവാചകൻ ആ ഒരു മസ്ജിദിലേക്ക് കടന്നു പോയിട്ടില്ല എന്നാണ് ചരിത്രം. നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വിളിച്ചു. ഓ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ചെവിയിൽ തന്റെ കാതുകൾ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് രഹസ്യമായി ഫാത്തിമയോട് ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഫാത്തിമയെ അരികിലേക്ക് വിളിച്ചു. വീണ്ടും ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷം അതിങ്ങനെ വർദ്ധിപ്പിച്ചതായി കാണിച്ചു. ഫാത്തിമയുടെ കരച്ചിൽ ഇങ്ങനെ അടങ്ങി. ആദ്യം പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന ദുഃഖകരമായ തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് ഈ ലോകത്ത് നിന്ന് അഹ്ലുൽ ബൈത്തിൽ നിന്ന് ഇനി മരണപ്പെടാനുള്ളത് നീയാണ് ഫാത്തിമ, ഞാൻ മരണപ്പെട്ടു പോയ എന്റെ പിന്നാലെ നീയാണ് മരണപ്പെടുക എന്നുള്ള സന്തോഷ വാർത്ത, മരണവാർത്ത കേട്ടപ്പോ അത്ര കണ്ട് സന്തോഷിച്ചൊരു മഹദിയെ ലോകത്ത് നമുക്ക് ചരിത്രത്തിലെങ്ങും വായിക്കാൻ കഴിയില്ല എന്ന്. അത്ര കണ്ട് മരണത്തിനെ പ്രവാചകനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ് കാരണം തന്റെ ഉപ്പ് മരണപ്പെട്ടു, ഇനി ശേഷം ഞാനാണ് മരണപ്പെടാനുള്ളത് എന്നറിയുമ്പോൾ സന്തോഷിച്ചൊരു വനിതയെ നമ്മളവിടെ കാണുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുപദേശിച്ച ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചു. അവർക്ക് ചുടുചുംബനങ്ങൾ നൽകി പ്രവാചകൻ. ചെറുമക്കൾക്ക്, പ്രിയപ്പെട്ട മക്കൾക്ക് ചുടുചുംബനങ്ങൾ നൽകി ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഖൈബറിൽ കഴിച്ച ഭക്ഷണത്തിന്റെ ആ വിഷത്തിന്റെ പ്രയാസം ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആയിഷ. വല്ലാത്ത ശരീരത്തിന് വേദനയുണ്ട്, പ്രയാസമുണ്ട്. അന്ന് ഖൈബറിൽ വെച്ച് ജൂത പെണ്ണിൽ നിന്ന് കിട്ടിയ ആ ഭക്ഷണം, അത് കഴിച്ചതിന്റെ വേദന ഇപ്പോഴും, അതിന്റെ ഒരു രുചി എന്റെ വായിലേക്ക് കടന്നു വരുന്നുണ്ട് ആ വിഷത്തിന്റെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മരണസമയം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ മാറോട് ചേർത്തണച്ചു. ഈ ലോകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയാൻ ഒരുങ്ങുകയാണ്. പ്രവാചകനെ ചേർത്തണച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരലുകൾ ഉയർത്തി, ഇല റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ റബ്ബിലേക്ക് ഇതാ ഞാൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞ് കലിമ ഷഹാദത്ത് ഉരുവിട്ട് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസമാണ്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ അനാചാരമായി കൊണ്ടു നടക്കുന്ന ബിദ്അത്തിന്റെ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ പുതുതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിനെ ദീനിൽ പുതുതായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ ചരിത്രം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ നുസീബ മിൻകും ബിമുസീബത്തിൻ, നിങ്ങളിൽ ഒരു മുസീബത്ത് ബാധിക്കുന്ന സന്ദർഭങ്ങളിൽ, നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ, ഫല്യതദക്കർ മുസീബതൻ ബി, നിങ്ങൾ എന്നെ കുറിച്ചുള്ള മുസീബത്തിനെ, എന്റെ വിഷയത്തിലുള്ള പ്രയാസത്തിന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വിഷയമാണ് ഏറ്റവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പ്രയാസം അനുഭവപ്പെടേണ്ടത്. ആ പ്രയാസത്തിന് നിങ്ങൾ ഓർക്കണം, ഫഇന്നഹാ അക്ബറുൽ മസാഇബ്, അതാണ് മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത്. പ്രയാസങ്ങളിൽ ഒരു വിശ്വാസി ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവനോർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിടവാങ്ങലിനേക്കാൾ എന്താണ് ഈ ലോകത്ത് ചരിത്രത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ കടന്നു വരാനുള്ള ഏറ്റവും വലിയ മുസീബത്ത് എന്നത് നമ്മൾ ആലോചിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ സ്നേഹം അത് റസൂലുള്ളാഹിയോടാകണം, ഹബീബിനോടാകണം. അപ്പോഴാണ് ഒരു വിശ്വാസി മുഅ്മിനാകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും പ്രിയപ്പെട്ടവനായി നമുക്ക് കാണാൻ കഴിയണം. ആ പ്രിയപ്പെട്ട നബിയുടെ വഫാത്തിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖമാണ് ഉണ്ടാകേണ്ടത്. റബീഉൽ അവ്വൽ 12 എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടങ്ങാനാവാത്ത, അതെങ്കിലും ഒരു 3 ദിവസത്തിൽ ഒതുങ്ങേണ്ട ഒരു വിഷമമുള്ള അവസ്ഥയല്ല, മറിച്ച് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസിയെ പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസത്യമായി മനസ്സിലാക്കുന്ന, ഹക്കിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സജ്ജനങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച്. ഈ ദുഃഖവാർത്ത മദീനയാകെ പരന്നു. മദീനയിലെ ഓരോ ജനങ്ങളും, ഓരോ മനുഷ്യരും റസൂലുള്ളാഹിയുടെ വഫാത്തിനെ സംബന്ധിച്ച് അറിയുകയാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ദുഃഖവാർത്ത ആ സ്വഹാബത്തിന്റെ അരികിലേക്ക് അലയടിച്ച് ഇങ്ങനെ എത്തുമ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയുന്നത് അതേതോ മുനാഫിക്കായ മനുഷ്യൻ പടച്ചുവിട്ട മോശപ്പെട്ടൊരു വാർത്തയാണ്. ഒരിക്കലും റസൂലുള്ളാഹി മരണപ്പെട്ടിട്ടില്ല എന്ന രൂപത്തിലുള്ള സംസാരങ്ങളുമായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് സംസാരിക്കുന്നതിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ തന്റെ വാളുകൾ സംസാരിക്കുമെന്നുള്ള സംസാരമൊക്കെ
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, പ്രവാചകരെ താങ്കളും മരിക്കും അവരും മരിക്കും എന്ന വചനവും അമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലതു മിൻ ഖബലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും എന്ന് പറയുന്ന പ്രവാചകന്റെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന വചനങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കെ ആ സ്വഹാബത്തിനെ നിലനിർത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിക്കുന്നുണ്ട്. മൻ കാന യഅബുദുല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ആരാധിച്ചിട്ടുള്ളത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്ത്, അവന് മരണമില്ല. വമൻ കാന യഅബുദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള തൗഹീദിന്റെ സന്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെഞ്ചിലേറ്റിയ ആദർശം സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തും. വിശുദ്ധ ഖുർആനിലെ വചനം കാണാം, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബുൻ, വിശ്വാസികളുടെ മനസ്സിൽ അവൻ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിച്ചാൽ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിലെ പ്രാർത്ഥനകൾ കേട്ടുത്തരം നൽകാൻ കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഉത്തരങ്ങൾ നൽകും. ഫല്യസ്തജീബു ലീ, ആരെങ്കിലും എനിക്ക് ഉത്തരം നൽകുകയും വലിയുമിനു ബി, എന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗത്തിലാകും. റസൂലുള്ളാഹിയോട് ഒരു കാരണവശാലും ആരാധനകൾ വെച്ച് പുലർത്തുന്നവരല്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ആദർശം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെയും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് ആ ഒരു ശബ്ദം കേട്ട് പ്രവാചകന്റെ വഫാത്ത് അത് ഉറപ്പിച്ച് ഈ വചനം ആദ്യം കേൾക്കുന്നത് പോലെ, ഖുർആനിലെ വചനം ആദ്യമായി കേൾക്കുന്നത് പോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അനുഭവപ്പെട്ടു എന്നാണ്. ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ള സത്യസന്ധമായ ഒരു വാർത്തയെ സ്വഹാബത്ത് എല്ലാവരും അംഗീകരിച്ചു. ആ ഒരു ദിവസമാണ് പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു കാരണവശാലും ആ ഒരു ദിവസത്തിനെ ആഘോഷമായി അതിൽ ഭക്ഷണം വെച്ച് വിളമ്പി, അതിൽ ചീരണി വിളമ്പി, അത് നല്ലതല്ലേ എന്ന് കരുതി ഒരിക്കലും ഒരു വിശ്വാസിക്ക് അത് ഭൂഷണമായ കാര്യമല്ല, നല്ലതായ ഒരു കാര്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ പ്രവാചകനെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരായി മാറുകയും നാളെ പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ ജലം പാനം ചെയ്യാനുള്ള സൗഭാഗ്യം നേടുന്നവരായി നമ്മളായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗങ്ങൾക്ക് നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സത്യവിശ്വാസികളായ ആളുകൾ പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളിലും സമാധാനം നിറയ്ക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.